ഞാൻ നിങ്ങളുടെ സ്വന്തം മാതി വീണ്ടും വന്നിരിക്കുന്നു. പിന്നെന്തെന്റെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനൊക്കെ നല്ല സുഖമായിട്ടിരിക്കുന്നു. പ്രളയക്കെടുതികളെല്ലാം ഒരുവിധം എല്ലാവർക്കും മാറിയെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇപ്പോഴും നല്ലൊരു മഴ പെയ്തുകൊണ്ട് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കുറച്ച് ഗ്യാപ്പ് ഒന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് പുതിയ വീഡിയോയ്ക്ക് കുറച്ച് വൈകിയത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൻ്റെ കമൻസും കാര്യങ്ങളൊക്കെ വായിച്ചിരുന്നു. കുറച്ച് പേർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇന്നിപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേറൊരു കുറച്ചൊരു പോയിന്റ് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും അല്ലേ, ഒരുപാട് പരിചയക്കാരുണ്ടായിരിക്കും, പലരും ഉണ്ടായിരിക്കും. ജീവിതത്തിൻ്റെ നാനാ വിഭാഗങ്ങളിൽ ഇന്നത്തെ കാലത്തൊക്കെ ഒരുവിധം ആൾക്കാരൊക്കെ അല്ലേ, വിവിധ സംഘടനകളൊക്കെ ആയിട്ട് ഒരുപാട് ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പല വേദികളിലും പല സ്ഥലത്തൊക്കെ നമുക്ക് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ നമുക്ക് എങ്ങനെ കൂടുതൽ ആളുകളെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു? അതായത് കൂടെ നടന്നിട്ട് നമ്മളെ ചതിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ ചതിയന്മാരിൽ നിന്ന് നമുക്ക് മോചനം വേണ്ടേ? ആ മോചനത്തിന് വേണ്ടിയിട്ട് കുറച്ചൊരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് കുറെ പേർക്ക് അത് അറിയണമായിരിക്കും എങ്ങനെയാ അവർ ഡീൽ ചെയ്യാന്നുള്ളത്. ഇന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു സഹായം ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് എത്രയും പെട്ടെന്ന് പോകാം. അതിൽ നമ്മൾ ഫസ്റ്റ് നമ്മളൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടുമ്പോൾ ആ പരാജയം ഭയങ്കരമായി ആഘോഷിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. വളരെ ഭയങ്കരമായിട്ട് അങ്ങനെ അവർ ആഘോഷിക്കും. അത് നമ്മുടെ മുമ്പിലായിരിക്കില്ല, നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും. പക്ഷെ വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മളത് അറിയാൻ ശ്രമിക്കണം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞാൻ പറയണത് നിങ്ങൾക്ക് അറിയില്ല. അപ്പം അത്തരം വ്യക്തികളെ പിന്നെ യാതൊരു കാരണവശാലും നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ അടുപ്പിക്കാൻ പാടില്ല. ഒരു തരത്തിൽ അവൻ അടുപ്പിക്കാൻ പാടില്ല. അവൻ നമ്മുടെ മുമ്പിൽ വളരെ അല്ലേ, അവൻ്റെ മുഖംമൂടി തന്നെ, ആ മുഖംമൂടി നമ്മൾ വലിച്ചു കീറണം. അവനോട് ചോദിക്കുന്ന വേണം ഇങ്ങനെ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇവരെ പെട്ടെന്ന് മനസ്സിലാക്കുക. നമുക്ക് ഒരു പൈസ കുറച്ച് പൈസ കടം കൊടുത്തു നോക്കുക. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു 5,000 10,000 എന്തെങ്കിലും കടം കൊടുത്തു നോക്കുക. ആ പൈസ കടം കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ആ വ്യക്തിയുടെ സ്വഭാവം മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ചിലർ പറഞ്ഞ കറക്റ്റ് ടൈമിനെ നമുക്ക് തരും. പിന്നെ ഇവനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ നമ്മുടെ ശത്രു ആയിരിക്കും. അപ്പോൾ ഈ പ്രവണതയുള്ള ഒരു വ്യക്തിനെ നമ്മൾ യാതൊരു കാരണവശാലും നമ്മളൊരു സുഹൃത്തായിട്ട് നമ്മൾ കൊണ്ടുനടക്കാൻ പാടില്ല. കാരണം ഇവൻ ഇതന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവൻ ആവശ്യം പൈസേനെ സ്നേഹിക്കുന്നവനാണ്. അവന് വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല. അപ്പം അത്രയും വ്യക്തികളുണ്ട്. വേറെ ടൈപ്പ് വ്യക്തികളുണ്ട്. എന്ത് വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത വ്യക്തികളുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു മീറ്റിങ്ങിന് പോവുക, അല്ലെങ്കിൽ നമ്മളൊരു നാളെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് ഇവരോട് പറയുകയാണ്. അപ്പോൾ ഇവർ ആ മീറ്റിങ്ങിന് പങ്കെടുക്കേണ്ട വ്യക്തികളാണ്. അപ്പോൾ ഇവർ പറയുമ്പോൾ നാളെ ഞാൻ ടൈമിൽ എത്താം, എല്ലാം റെഡി ആയിരിക്കും. പക്ഷേ ആ മീറ്റിങ്ങിൻ്റെ ടൈം ആകുമ്പോൾ നമ്മൾ ഇവനെ വിളിച്ചു കഴിഞ്ഞാൽ ഫോണേ എടുക്കില്ല. നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, ഒരു തരത്തിലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ അവനോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എന്താ പറയാന്നറിയോ? അല്ല, എൻ്റെ ഫോണിൽ ഇത് കണ്ടില്ലല്ലോ, അങ്ങനെ കുറേ ഞാൻ ഫോൺ അവിടെ വെച്ചിരുന്നു, ഫോൺ മ്യൂട്ടായിരുന്നു, ഒരുപാട് കള്ളത്തരങ്ങൾ പറയും. അപ്പം അത്തരം വ്യക്തികളെ യാതൊരു കാരണവശാലും വിശ്വസിക്കാൻ ഉള്ളിൽ അവരിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവരുടൻ തന്നെ അവർ മാറ്റിയേ പറ്റും. ആ ഫ്രണ്ട് സർക്കിൾ നിങ്ങൾ എന്തായാലും മാറ്റി വരും. ഒരിക്കലും അവന് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മളെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി സംസാരിക്കുക. പുകഴ്ത്തി ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കൊണ്ടുപോകും. നമ്മൾ വലിയ സംഭവം എന്ന് വെച്ചിട്ട് ചില നേരത്തൊക്കെ കേൾക്കുമ്പോൾ ഒരു സുഖമൊക്കെ തോന്നും നമുക്ക്. പക്ഷേ വളരെ ഡേഞ്ചർ പേഴ്സൺ ആയിരിക്കും അവൻ. ആ വ്യക്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവൻ എന്തെങ്കിലും ഒരു ഗൂഢമായ ലക്ഷ്യം ഉണ്ടായിരിക്കും. അത് സാധിച്ചു തരാൻ നമ്മളെ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളെങ്ങനെ ബൂസ്റ്റ് ചെയ്ത് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഇത്തരം വ്യക്തികൾ അല്ലെങ്കിൽ ഇതേപോലുള്ള മറ്റൊരു ടൈപ്പ് വ്യക്തികൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ചിട്ട് നമ്മളെ താഴ്ത്തി കെട്ടുകയും സ്വകാര്യമായിട്ട് വന്നിട്ട് നമ്മളെ ഉയർത്തി പറയുന്ന വ്യക്തികളുണ്ട്. അതായത് ഒരു 4-5 ആൾ കൂടുമ്പോൾ നമ്മൾ താഴ്ത്തി സംസാരിക്കുക, എന്നിട്ട് സ്വകാര്യമായിട്ട് വന്നിട്ട് പോയി നമ്മൾ ഭയങ്കര സംഭവമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ടൈപ്പ് ഒരു സംസാര രീതിയിലുള്ള ആൾക്കാരുണ്ട്. അവരെ ശരിക്കും നോട്ട് ചെയ്ത് വെച്ചോ, പക്ക ഫ്രോഡായിരിക്കും അവരൊരിക്കലും ജീവിതത്തിൻ്റെ ഒരു മേഖലയിലും നമ്മുടെ അരികത്ത് അവനെ അടുപ്പിക്കാൻ പാടില്ല നമ്മൾ. പിന്നെ അതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നല്ല സമയത്ത് നമ്മൾ വളരെ റിച്ച് ആയിരിക്കുന്ന എല്ലാ ഏരിയയിലും സാമ്പത്തികമായിട്ടും ആരോഗ്യമായിട്ടും എല്ലാത്തിലും അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരുപാട് ചിലപ്പോൾ ഏത് കാര്യത്തിനും കണ്ടമാനം ഫ്രണ്ട്സ് ആയിരിക്കും. പക്ഷെ നമ്മൾ സാമ്പത്തികമായിട്ടൊന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് ഡൗൺ ആയി കഴിഞ്ഞാൽ അവർ നമ്മൾ ഉപേക്ഷിച്ച് പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അതേ വ്യക്തികൾ നമ്മൾ വീണ്ടും പൈസ വരുമ്പോൾ വീണ്ടും നമ്മുടെ കൂടെ വന്ന് ചേരാൻ നോക്കും.
അതിൻ്റെ അർത്ഥം എന്ത്? അവർക്ക് പൈസയാണ് വേണ്ടത്, നമ്മളല്ല വേണ്ടത്. അപ്പൊ നമ്മുടെ ആപത്ത് സമയത്ത് നമ്മളെ സഹായിക്കാത്ത വ്യക്തികൾ, നമ്മൾ നല്ല ടൈമിൽ നമ്മുടെ അടുത്ത് വരുന്ന വ്യക്തികൾ മാത്രം, നല്ല സമയം നോക്കി മാത്രം അവരെ എന്തായാലും ഒഴിവാക്കിയേ പറ്റും. നിങ്ങൾ ചില സമയത്ത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും, കാരണം എങ്ങനെ ഇവനോട് പറയാന്നുള്ളത്. ഒരു പ്രശ്നം വിചാരിക്കുന്ന ഒരു ബിഗ് നോ തന്നെ പറയാം, പറ്റില്ല എന്ന് തന്നെ തുറന്ന് അങ്ങോട്ട് പറയാം. എന്ത് കാര്യം, അവനൊന്നും ജീവിതം അടുപ്പിച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, അവനൊക്കെ വെറും ക്യാൻസറാണ്, ക്യാൻസർ. അത്തരം ക്യാൻസറായ ആൾക്കാരൊന്നും ദയവ് ചെയ്ത് നമ്മളെ ജീവിതത്തിൽ അടുപ്പിച്ച് നിർത്തരുത്. പറയാൻ മടിയുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം മനസ്സിനെ ആലോചിച്ചിട്ട് ധൈര്യമായിട്ട് അങ്ങോട്ട് പറയും. വെറുതെ മടി വിചാരിച്ചിട്ട് നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം ഉപരി, ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അതിലൊക്കെ ഉപരി നമ്മൾ അവനെ ശരിക്കും ശ്രദ്ധിക്കണം. അവൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അവൻ്റെ ചുറ്റുപാടുകൾ, അവൻ്റെ ഫ്രണ്ട്സ്. അതിൻ്റെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശത്രുക്കളെ, നമുക്ക് ഇപ്പോൾ ശത്രു ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പം എനിക്ക് ശത്രു ഉണ്ട്, ആ ശത്രുവിൻ്റെ കൂടെ ഇവൻ സമ്പർക്കം പുലർത്തുന്നുണ്ടെങ്കിൽ അവൻ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. മനസ്സിലായില്ല? പിന്നെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ എപ്പോഴും നമ്മളോട് വന്ന് പറയാം. അതിൻ്റെ അർത്ഥം എന്ത്? ഇവൻ നമ്മളെ പറ്റി മറ്റുള്ളവരോട് കുറ്റം പറയും. അപ്പം അങ്ങനെ ഒരുപാട് ടൈപ്പ് ജനങ്ങളുണ്ട്. അപ്പം അവരൊന്നും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല. അപ്പം ആ ഒരു കാര്യം മനസ്സിലാക്കാം. പിന്നെ വേറൊരു ടൈപ്പ് ആൾക്കാരെന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്താലും, എന്ത് ചെയ്താലും നമ്മുടെ സുഹൃത്ത് തന്നെയായിരിക്കും. എന്ത് ചെയ്താലും നമ്മൾ കുറ്റപ്പെടുകയില്ല. ഇപ്പൊ നമ്മളെ സമൂഹത്തിന്റെ വിവിധ തുറയിലുള്ള പല ആൾക്കാരും പറയും, ആദ്യം ഇത് നന്നായി, അല്ലെങ്കിൽ ഇവനെ നന്നായിട്ട് ഇട്ടാ, നല്ല പെർഫോമായി, നന്നായിരുന്നു പറഞ്ഞാൽ ഇദ്ദേഹം അതിലത്തെ കുറ്റങ്ങൾ മാത്രം എപ്പോഴും കണ്ടുപിടിക്കൂ. ഒരു വാക്ക് പോലും നമ്മളെ നല്ലതെന്ന് പറയില്ല. അപ്പൊ അത്തരം വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജീനെ എപ്പോഴും ഇങ്ങനെ ലോ ആക്കി വളരെ ലോ ആക്കി കൊണ്ടുവന്ന ഒരു മനുഷ്യന്മാരാണ്. അവരെ യാതൊരു കാരണവശാലും ഫ്രണ്ടാന്ന് നമുക്ക് കരുതാനേ പറ്റില്ല. എനിവേ അവരെ നിങ്ങൾ അവോയ്ഡ് ചെയ്തേ പറ്റൂ. പിന്നെ വേറൊരു ടൈപ്പ് ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഉപദേശകരാണ്. ഭയങ്കര ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട്, എന്ത് വീടൊക്കെ എന്തെങ്കിലും വൃത്തികേടായിട്ട് കിടക്കണത്, അതൊക്കെ നിങ്ങൾക്കൊന്ന് ചെയ്തൂടെ, അങ്ങനെയൊക്കെ പറയും. എന്താ ഇവിടെ കാട് പിടിച്ച് കിടക്കണം, അങ്ങനെ ഇങ്ങനെ ഒരുപാട് ഉപദേശം പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഇതില്ലാത്ത സമ്പത്ത് എന്താ സംരക്ഷിക്കാത്ത, എന്തിനാ അനാവശ്യമായിട്ട് ചിലവൊക്കെ നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഉപദേശകരുണ്ടായിരിക്കും. ഇവരെ അവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവര് വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്താ സംഭവം, ആ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മോശമായിരിക്കും. അതിന്റെ സൈഡൊക്കെ ഒരു വൃത്തിയോ വെടുപ്പോ ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് ആ വ്യക്തിയാണ് സ്വന്തം വീട് നോക്കാതെ നമ്മൾ ഉപദേശിക്കാൻ വരുന്നത്. അപ്പോൾ വെറുതെ ഉപദേശങ്ങൾ തരാ, എന്നിട്ട് അത് ഒന്നും സ്വന്തം ജീവിതത്തിൽ ഉണ്ടാവില്ല. മറ്റുള്ളവനെ വെറുതെ ഉപദേശിക്കുക, എൻ്റെ വലിയ ആളാണ് നമ്മുടെ മുമ്പിൽ ധരിപ്പിക്കുക, ഞാനാണ് ഏറ്റവും വലിയ സംഭവം. അതായത് ഇത്രയേ ഉള്ളൂ, ഞാൻ വലിയ സംഭവമാണ്, നീ ഒന്നുമല്ല. അറിയില്ല, ഞാൻ വലിയ കമാൻഡാണ്, നെയ്യൊക്കെ നമ്മളെ അതനുസരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അത്തരം വ്യക്തികളെ യാതൊരു കാരണവശാലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അടുപ്പിക്കണ്ട. അവൻ എന്തായാലും നമുക്ക് ഒരു ഗുണം തരാൻ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയല്ല. അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വേറൊരു മനസ്സിലാക്കിയ ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു സുഹൃത്തിനെ ഒന്നിച്ച് നമ്മൾ യാത്രകൾ പോവുക. 2-3 ദിവസമൊക്കെ ഒരു യാത്ര പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിനെ മനസ്സിലാവും. കാരണം അവൻ്റെ കറക്റ്റ് സ്വഭാവം എന്താണെന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതിന് കൂടുതൽ പറയേണ്ടത് അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ യാത്ര നിങ്ങളൊന്ന് പോയി നോക്ക്. നിങ്ങൾക്ക് അത്രയും വിശ്വസിക്കാവുന്ന നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർ കൂടുന്ന യാത്ര പോകും. അപ്പോൾ നല്ല സുഹൃത്തിനെ പെട്ടെന്ന് തിരിച്ചറിയുക. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്താന്ന് നടിക്കുന്നവന്. അപ്പോൾ ഈ ചില യാത്രകൾക്ക് നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും അപകടം വരുമ്പോൾ അവൻ്റെ ആ ഒരു അഡ്രസ്സ് ഉണ്ടാവില്ലേ. എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ വരുന്നൊരു പടന്ന് പെട്ട ഒരു മേഘം എന്ന സിനിമയിൽ അതിലൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതില് ശ്രീനിവാസന് ഒരു ബോഡി ഗാർഡ് ഉണ്ട്. ആ ബോഡി ഗാർഡിനെ എപ്പോഴും കൊണ്ടു നടക്കും. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ എന്ന് പറഞ്ഞ ഒരു ഫൈറ്റ് വരുന്ന ഭാഗത്ത് ശ്രീനിവാസൻ തിരിഞ്ഞു നോക്കുമ്പോൾ ബോഡി ഗാർഡിനെ കാണാനില്ല, ഒരു രക്ഷയില്ല. എന്നിട്ട് അവൻ എന്തൊക്കെയോ എല്ലാ ഫൈറ്റും കഴിഞ്ഞ് ഇവന് ഒരുപാട് തല്ല് കിട്ടും ശ്രീനിവാസന്. എന്നിട്ട് അതിന് ശേഷമാണ് ഇയാൾ ഓടി വരാം ബോഡി ഗാർഡ്. എന്നിട്ട് പറയോ, ഞാൻ പെട്ടെന്നൊരു ആവശ്യത്തിന് പോയതാന്ന് പറയും. അപ്പം അത്തരം വ്യക്തിത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. നിങ്ങൾ ഒരു ടൂർ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? അപ്പം അത്രയും ആൾക്കാർ യാതൊരു കാരണവശാലും നിങ്ങൾ അടിപ്പിക്കണ്ട, മാനസികമായിട്ട് അടിപ്പിക്കണ്ട, അല്ലാത്ത രീതിയിൽ അടിപ്പിക്കണ്ട. ഇതിലെല്ലാം ഉപരി എന്ന് പറഞ്ഞൊരു ഉൾക്കാഴ്ച വേണം നമുക്ക്. ഉൾക്കാഴ്ച നമുക്ക് ഏകദേശം അവൻ്റെ ഒരു കണ്ണിലൊക്കെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ ഏകദേശം ഒരു പെരുമാറ്റ രീതികളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ മൊത്തം അവൻ്റെ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക നിങ്ങൾ. അതാണ് ഒരു ഉൾക്കാഴ്ച ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് നിങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ല, ആ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ഇനി മുതലൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾ തന്നെ ഒന്ന് കമൻ്റായിട്ട് അറിയിച്ചാലും മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആരൊക്കെ ഇപ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ചെറിയ ചിന്ത വരുന്നുണ്ടാവും, ഇവൻ നമ്മുടെ ഫ്രണ്ടാണോ മറ്റോണാണോ ഫ്രണ്ട് എന്നൊക്കെ. ഒരുപാട് നമ്മളെ പുകഴ്ത്തി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമുക്കൊന്നും കിട്ടാനൊന്നുമില്ല. അവനൊരു എന്തെങ്കിലും ഉദ്ദേശമുണ്ട്.
അപ്പൊ ഇത്രയും കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങളൊന്ന് ജീവിതത്തിൽ, സംഭവം കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്, അത് ജീവിതത്തിൽ പ്രയോഗിച്ച് നോക്ക്. കാരണം പ്രയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഒരു വ്യത്യാസം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ അതിലൊരു സബ്സ്ക്രൈബ് ഒരു ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അതിന് അടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ നന്ദി, നമസ്കാരം.